ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പ്രിപ്പറേഷൻ, ഫിഷിന്റെ മുളകിട്ടത്. നമ്മള് പല രീതിയിൽ നമ്മൾ മുളകിട്ട് വെച്ചിട്ടുണ്ട്. കോട്ടയം സ്റ്റൈലിലും ഒരു പ്രാവശ്യം നമ്മള് മീൻ മുളകിട്ട് വെച്ചിട്ടുണ്ട്. അയില മുളകിട്ടത് അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോട്ടയം സ്റ്റൈലിലെ അയില മുളകിട്ടതാണ്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്രിപ്പറേഷൻ, അത്യാവശ്യം നല്ല തിക്കായിട്ട് വരുന്ന രീതിയിൽ ഒരു ആഴ്ചയൊക്കെ ഈ കറി കേടുകൂടാതിരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. ഈ കപ്പേരൊക്കെ ഒപ്പുണ്ടല്ലോ, നല്ല സൂപ്പറാണ്. അപ്പൊ മത്സ്യ ഫിഷറീസിൽ നിന്ന് നമ്മുടെ അയില കുട്ടന്മാരെ ഇങ്ങോട്ട് എത്തിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വലിയ മീനായിട്ട് എത്തിച്ചു. അപ്പൊ ഞാൻ കട്ട് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ വെക്കാം കറി, വലിയ മീനായിട്ട് പോയി. അപ്പൊ എനിക്ക് ഇഷ്ടം എന്താ വെച്ചാൽ തിരുവനന്തപുരത്ത് നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുമ്പോഴാണ് ഒന്നുകൂടി അതിൽ ഉപ്പും മുളകും ഒക്കെ നന്നായി പിടിക്കാം. അപ്പൊ മത്സ്യ ഫിഷറീസ് പറഞ്ഞ ഇവിടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം ക്ലീൻ ചെയ്ത് അവര് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ വീട്ടിലെത്തിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഡെലിവറി ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ ഫോൺ നമ്പറും ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഫിഷിന്റെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പൊ ഫിഷിന്റെ മിക്കവാറും ഒരുവിധം റെസിപ്പീസ് ഒക്കെ നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് വെറൈറ്റി ഫിഷ് നോക്കിയാലും അതിൽ കാണാം ഇനിയും വെറൈറ്റി ഫിഷ് റെസിപ്പീസ് വരും. അതുപോലെ മറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള മറ്റു റെസിപ്പീസും. ഓക്കെ, അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ കമന്റ് ഒരെണ്ണം, എനിക്ക് നിങ്ങൾ കമന്റ് ഒരെണ്ണം വരുമ്പോ എനിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. പിന്നെ അതുപോലെ കുറെ പേര് പ്രിപ്പയർ ചെയ്ത് ടേസ്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഒക്കെ വരാറുണ്ട് ഇടയ്ക്ക്. അതും വളരെ സന്തോഷമാണ്. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ 1 കിലോ അയിലയാണ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം. അപ്പൊ ഞാൻ കുറച്ചു നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ വന്നു. അപ്പൊ ഒരു ഗസ്റ്റ് വന്നു. അപ്പൊ കുറച്ചു നേരം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഫ്രിഡ്ജിൽ വെറുതെ വെച്ചാലും ഒരു സുഖമില്ല. സാധാരണ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ കുറച്ച് ടൈം ഇരിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പൊ അമ്മ ചെയ്യാറുള്ള ഒരു സൂത്രമാണ് വെള്ളത്തില് കുറച്ച് നന്നായിട്ട് ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അതായത് ഇങ്ങനെ മുങ്ങണ പോലെ കാണും. ഒന്ന് കാണിക്കുമോ ചേട്ടാ? ഇതുപോലെ മുങ്ങണ പോലെ ഇട്ടിട്ട് നന്നായി ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ അങ്ങനെ ഞാൻ വെച്ചേക്കണതാണ്. ഇനി ജസ്റ്റ് നമുക്ക് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് ഇടാൻ വേണ്ടു. കോട്ടയം സ്റ്റൈല് ഫിഷ് കറി വെക്കുമ്പോ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇതൊരു തുടം വെളുത്തുള്ളി ഉണ്ട്. ഇപ്പൊ ടേബിൾ സ്പൂൺ കണക്കിൽ നോക്കുമ്പോൾ ഇത് അരിഞ്ഞ് വരുമ്പോ ഒരു ടേബിൾ സ്പൂൺ നിറച്ചുണ്ടാവും. പിന്നെ ചെറിയ ഉള്ളിയാണ് ഈ പ്രിപ്പറേഷന് ഉപയോഗിക്കുന്നത്. സവാള ഉപയോഗിക്കരുത്. ചെറിയ ഉള്ളി തന്നെയാണ് ഇതിന്റെ ഏറ്റവും ടേസ്റ്റ്. അതായത് കറക്റ്റ് ആ ടേസ്റ്റ് വരണമെങ്കിൽ ഇത് തന്നെ വേണം. പിന്നെ ഒരു 7-8 പച്ചമുളക് ഞാൻ സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ. അപ്പൊ ഞാനൊരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾ മറ്റേ സാധാരണ മുളക് പൊടിയാണോ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പകുതി അത്ര എടുക്കാവൂ. നല്ല എരിവുണ്ടാവും. ഇതിപ്പോ അധികം എരിവുണ്ടാവില്ല, ഒരു കൊഴുപ്പും കിട്ടും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കൊടംപുളി വലിയ പീസൊക്കെ ആണെങ്കിൽ ഒരു 6 പീസ് എടുക്കാൻ. ഞാനിപ്പോ അതിനെ ഒന്ന് ചെറുതാക്കി ഇട്ടുണ്ട് കേട്ടോ. ഒരു 6 പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തിട്ടിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് മീനിൽ ഉപ്പും പുളിയൊക്കെ പിടിക്കും. പിന്നെ നമുക്ക് സോൾട്ട് വേണം, ആവശ്യത്തിന് വെള്ളം വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂണിന് താഴെ കണ്ട് ഉലുവ പൊടിച്ചതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം. അതായത് ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ട് നമ്മൾ കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഇതിട്ടിട്ട് ആ ഒരു പത പോണ വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുവിധം അങ്ങോട്ട് മൂത്തുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് മൂപ്പിക്കാനുള്ള കാരണം ഒരുപാട് അങ്ങോട്ട് മൂക്കാൻ നിൽക്കണ്ട. നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണം.
ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഒരു ഗോൾഡൻ കളറ് വരുന്ന വരെ നമ്മൾ വഴറ്റണം കേട്ടോ. ഇതൊരു വിധം നന്നായിട്ട് മൂത്തുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ പച്ചമുളക് സ്ലീറ്റ് ചെയ്ത് വെച്ചത്, ഇതിൽ നിന്ന് പകുതി കറിവേപ്പില. അപ്പൊ ഈ കറിവേപ്പില ഒന്ന് മുരിഞ്ഞു വരുന്ന വരെ ഒന്നുകൂടി മാറ്റാം. അപ്പൊ നമ്മുടെ വേപ്പലി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇടാൻ പോണത്, നമ്മള് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡർ, എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഇതൊന്ന് പച്ചമണം പോണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ മസാലയൊക്കെ നന്നായി വഴന്നിട്ടുണ്ട്. കൊടംപുളി കുതിർത്തി വെച്ച ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ അതിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ. മീൻ മുങ്ങിക്കിടന്ന് വേവണം. അപ്പൊ ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. തിളച്ച് വന്നിട്ടാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണേ. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് പോരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതേ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് കേട്ടോ. ഇപ്പൊ തന്നെ അത്യാവശ്യം ഒരു കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചാറിന്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മീനൊന്ന് താഴ്ത്തിക്കൊന്ന് പതുക്കി ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ നമുക്ക്. അപ്പൊ ഇതിങ്ങനെ നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നൊരു 5 മിനിറ്റ് ആദ്യം ഒന്ന് തിളക്കട്ടെ. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അധികം ആക്കാൻ പറ്റില്ല, എന്നാലും പതുക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കുക. ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ വേവിക്കാം കേട്ടോ. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ ചെറുതായിട്ട് എന്താ പറയാ മോളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ പൊടിച്ചത്, അപ്പൊ കൂടുതൽ ഇടണ്ട, ഈ ഒരു അളവിലെ മാത്രം. ഇത് 1/2 ടീസ്പൂൺ താഴെ, 1 കിലോ മീന് 1/2 ടീസ്പൂണിന് താഴെ മാത്രം ഉലുവ പൊടിച്ചത്. ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇതൊന്ന് നമുക്ക് ഒന്ന് ചാറൊക്കെ അത്യാവശ്യം വേണ്ട തിക്കായി. ഇനി കോട്ടയം സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇതിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണ 1 ടീസ്പൂണൊക്കെ മതി കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം.